നമസ്കാരം. പ്രധാന വാർത്തകൾ. ലിഫ്റ്റിൽ കുടുങ്ങിയ രോഗിയെ മന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് OP ബ്ലോക്കിലെ ലിഫ്റ്റിൽ കുടുങ്ങിയ രോഗിയെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജിൽ സന്ദർശിച്ചു. രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വീഴ്ച പറ്റിയവർക്കെതിരെ ചട്ടപ്രകാരമുള്ള കർശന നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും അതിൽ യാതൊരു ദയയും ഉണ്ടാകില്ലെന്നും മന്ത്രി അറിയിച്ചു. മന്ത്രി വന്നത് തനിക്ക് വലിയ ആശ്വാസമാണെന്ന് രോഗിയും അറിയിച്ചു. രോഗിയുടെ ബന്ധുക്കളുമായും മന്ത്രി സംസാരിച്ചു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടൻ തന്നെ അടിയന്തരാന്വേഷണത്തിന് മന്ത്രി ഉത്തരവിട്ടിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രാഥമിക സംഘത്തിന്റെ അന്വേഷണത്തെ തുടർന്ന് 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. വിശദമായ അന്വേഷണം നടത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ വിശ്വനാഥനും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. കനത്ത മഴ, വെള്ളക്കെട്ടിൽ വീണ് സ്ത്രീക്ക് ദാരുണാന്ത്യം. സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. കണ്ണൂർ മട്ടന്നൂരിൽ സ്ത്രീ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. കോളാരിയിൽ കുഞ്ഞാമിനെയാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. വീടിനടുത്തുള്ള വയലിലാണ് അപകടമുണ്ടായത്. മുൻമന്ത്രിയുടെ പിതാവ് വീട്ടിൽ മരിച്ച നിലയിൽ. മുൻമന്ത്രിയുടെ പിതാവിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വികൃതമാക്കിയ നിലയിൽ രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. വികാസ്ശീൽ ഇൻസാൻ പാർട്ടി പ്രസിഡന്റും ബീഹാറിലെ മുൻമന്ത്രിയുമായ മുകേഷ് സഹ്നിയുടെ പിതാവ് ജിതിൻ സഹ്നിയാണ് കൊല്ലപ്പെട്ടത്. സുബൽ ബസാറിലെ ദർബംഗയിലെ വസതിയിൽ ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. നാളെ വൈകിട്ട് വരെ അതിതീവ്ര മഴ. സംസ്ഥാനത്ത് നാളെ വൈകിട്ട് വരെ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ടെന്നും എല്ലാ താലൂക്ക് ഓഫീസുകളിലും കൺട്രോൾ റൂം, ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ജില്ലകളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളാണ് തുറന്നത്. പോലീസുകാരൻ കമിതാക്കളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയതായി പരാതി. കണ്ണൂർ കോട്ടയിൽ പോലീസുകാരൻ കമിതാക്കളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയതായി പരാതി. കണ്ണൂർ കോട്ടയിൽ സുരക്ഷാ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മുഴുപ്പിലങ്ങാട് സ്വദേശിയായ പ്രവീഷിനെതിരെയാണ് പരാതി. സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തുവിടാതിരിക്കാൻ ഇയാൾ പണം ആവശ്യപ്പെട്ടതായി കാട്ടി കണ്ണൂർ കൊല്ലം സ്വദേശികൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ഇടതനുകൂല പോലീസ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ് പ്രവീഷ്. പരാതിയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷണം ആരംഭിച്ചു. ഇയാൾക്കെതിരെ സമാന പരാതി മുമ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്.